അഭിമന്യു വധക്കേസിൽ വിചാരണ തീയതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്നാണ് പ്രഖ്യാപിക്കുന്നത്. പ്രതിഭാഗം ആവശ്യപ്പെട്ട രേഖകൾ നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറിയിരുന്നു. ഇവ പരിശോധിക്കാൻ പ്രതിഭാഗം തിങ്കളാഴ്ച വരെ സമയം തേടിയിട്ടുണ്ട്. പക്ഷേ അത് കോടതി അനുവദിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ നമുക്കറിയാം. അർച്ചന തയ്യാറായിട്ടുണ്ട്. അർച്ചന, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നറിയാം എന്നാണ് വിചാരണ തീയതി എന്നുള്ളത്. അപ്പോൾ പ്രതിഭാഗത്തിന്റെ ആ ഒരു കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുള്ള നിർദ്ദേശത്തെ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സിന്ധൂരി, തീർച്ചയായും വിചാരണ തീയതി ഇന്ന് കോടതി എന്തായാലും പറയും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും ഒപ്പം രേഖകളും എല്ലാം സമർപ്പിക്കുകയായിരുന്നു. അതൊക്കെ കോടതി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഭാഗം ആവശ്യപ്പെട്ട 209-ൽ 112 രേഖകളാണ് നിലവിൽ സമർപ്പിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്നിപ്പോൾ വിചാരണ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നത്. 4 മാസത്തിനകം കേസ് ഈ വിചാരണ തീർപ്പാക്കണം എന്താണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു നടപടിയുമായി കോടതി അതിവേഗം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. 16 പ്രതികളാണ് കേസിലുള്ളത്. കൊലക്കുറ്റം, മനഃപൂർവ്വം ഉപദ്രവിക്കൽ തുടങ്ങി നിരവധി വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഒപ്പം ഇത്തരത്തിൽ പുതിയൊരു വകുപ്പ് കൂടി, അതായത് ബോധപൂർവ്വം പരിക്കേൽപ്പിക്കുക എന്നൊരു വകുപ്പ് കൂടി, 323 വകുപ്പ് കൂടി നേരത്തെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ നടപടികളുമായി ഈ കേസ് പരിഗണിക്കുന്നതിനിടെ ഈ നടപടികളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വിചാരണ തീയതിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിനുശേഷം ഈ വിചാരണ നടപടികൾ തുടരുകയും ചെയ്യും. എന്തായാലും ഹൈക്കോടതി കർശനമായ നിർദ്ദേശം കോടതിക്ക് നൽകിയിട്ടുണ്ട്. എത്രയും വേഗം ഈ കേസ് തീർപ്പാക്കുക എന്നത്. അഭിമന്യുവിൻ്റെ അമ്മ ഇത് സംബന്ധിച്ച് കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. തുടർന്നാണ് കോടതി ഇതിൽ ഇടപെട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഈ കേസ് നീണ്ടുപോകുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം ഉന്നയിക്കുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് അതിവേഗം നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 4 മാസത്തെ കാലാവധിയാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. അതിനുശേഷം കേസിൽ വിധി പറയണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇന്ന് ഈ തീയതി പ്രഖ്യാപിക്കുകയും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. 16 പ്രതികളോട് നേരത്തെ തന്നെ ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ 16 പ്രതികളും നേരത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാകുകയും ചെയ്തിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് ഈ 14 പ്രതികൾ. നമുക്കറിയാം 2018-ലാണ് അഭിമന്യുവിനെ ക്രൂരമായി മഹാരാജാസ് കോളേജിൽ നിന്ന് കൊലപ്പെടുത്തിയത്. ആ കേസിലാണ് ഇപ്പോൾ വിചാരണ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നത്. എന്തായാലും അഭിമന്യുയുടെ അമ്മയുടെ ഒരു നിയമ പോരാട്ടം കൂടിയാണ് ഇതിൽ ഫലം കാണുന്നത്. സിന്ധൂരി.